ഞാൻ സുരേഷിന്റെ അപ്പൂപ്പനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അതെ അതെ, നല്ല ഭംഗിയുള്ള ഒരു അപ്പൂപ്പനാണ്, സുരേഷിനെ പോലല്ല. എന്തോ ഒരു ഭാഗ്യം ഈ മുഖത്ത് നോക്കി തെറി പറയാൻ തോന്നും. അല്ല സോറി, തോന്നില്ല. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. നമ്മള് സ്കൂള് കഴിഞ്ഞിട്ട് ഇവരൊക്കെ, ഞാൻ MG കോളേജിലേക്ക് പോയി, പ്രിയൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. പഠിച്ച ഫോട്ടോഗ്രാഫിയിലായിരുന്നു ഏറ്റവും വലിയ താല്പര്യം. ഏത് പട്ടിക്കും എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം, പക്ഷെ അതൊക്കെ നടക്കണമെന്ന് വാശി പിടിക്കുന്നത് അത്ര നല്ലതല്ല. ഫോട്ടോഗ്രാഫിയിലായിരുന്നു ഏറ്റവും വലിയ താല്പര്യം. അത് ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. ഒരു കുഴപ്പമില്ല. ഇതൊരു 30-35 വയസ്സിന് മേലുള്ള കുട്ടികളുടെ ഫോട്ടോ എടുത്താലേ പതിയൂ. ഇന്ന് വരെ ഒരു സിനിമയുടെ കഥ ഞാൻ പറഞ്ഞിട്ടില്ല. അത് ശരിയാ, അതാ ഇങ്ങള് ചെയ്യണ പണിയൊന്നും ഏക്കാത്തത്. ആ സമയം കൊണ്ട് കുത്തിക്കുറിക്കും. ഇത് എന്താണ് പരിപാടി? ഇതെന്താ പരിപാടി? ഏത് പടമാണെങ്കിലും സ്ക്രിപ്റ്റ് ചുമ്മാ അല്ല ഉറവച്ചേറ്റ് തടച്ചു കൂട്ടിയത്. മുതലേ ഇത്തരം ഒരു കഥ വേറൊരു കഥയിലേക്ക് മാറ്റാൻ തൽപരനായിരുന്നു. നീ ഉണ്ടായിട്ടുള്ളൂട്ടാ, നീ മാത്രം ഉണ്ടായുള്ളൂട്ടാ. അവിടുന്ന് ടോയ്ലറ്റ് പേപ്പർ വലിച്ചു വെച്ച് ഇങ്ങോട്ട് അതിന്റെ പുറത്തിട്ടാണ് എഴുതുന്നത്. നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. എന്നാ പിന്നെ നീ എന്നെ ഡൈവേഴ്സ് ചെയ്ത്. കുറച്ച് കൂടുതലാണ്. കൂടുതലല്ല, സത്യം. ഒരു പ്രാവശ്യം 5-6 പ്രാവശ്യമല്ലേ അങ്ങനെ ചെയ്യും. അത്രയൊക്കെ ആയിട്ടും പുച്ഛം അല്ലേ? നന്ദി കേട്ടവനെ. ബ്രിഡ്ജ് കടക്കുവോളം നാരായണ, ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞാൽ കൂരായണ അല്ലടാ. പൂച്ചയ്ക്കിന് മുക്കുത്തി ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇന്നത് കാണുമ്പോഴും സ്ക്രിപ്റ്റ് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അല്ലല്ല, അതിന്റെ ക്ലൈമാക്സ് ഒഴിച്ചുള്ള സ്ക്രിപ്റ്റ് കുറച്ചൊക്കെ ഉണ്ട്. ക്ലൈമാക്സ് ഒഴിച്ച് ക്ലൈമാക്സ് ഉണ്ടായിരുന്നു, ബാക്കിയൊന്നുമില്ല. കള്ളപ്പന്നി ചെറുപ്പക്കാരല്ലേ, ഒരു തമാശ ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നേ. ഇനി നമ്മൾ പഠിച്ചു. പിന്നെ എന്റെ അറിയപ്പെടാൻ തുടങ്ങിയത് മഞ്ഞയിൽ വിരിഞ്ഞ പൂക്കലാണ്. അപ്പൊ ആ സിനിമയുടെ ക്യാമറയും ഞാൻ വാങ്ങിച്ചു. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. രാഘവന്റെ മോഹൻ ആദ്യം ക്ലാപ്പ് വെച്ച ഞാനാണ്. നല്ല ഐശ്വര്യമുള്ള തുടക്കം. അതിന്റെ ഐശ്വര്യം ഇടയ്ക്കിടയ്ക്ക് പറയും. രാഘവന്റെ മോഹൻ ആദ്യം ക്ലാപ്പ് വെച്ച ഞാനാണ്. എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല. അതുപോലെ ഇയാളെ ഞാൻ ആദ്യം ക്ലാപ്പ് അടിച്ച ഒരാളെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് ചോദിക്കാൻ വാങ്ങിക്കാൻ പോവാണ്. ഇതും കൂടെ ബാക്കിയുള്ളൂ. നമുക്കൊരു ഒരു മലയാള സിനിമയുടെ മ്യൂസിയം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതില് ഒരു സ്ഥലത്തിരുത്താം. എന്റെ അടുത്തും എന്റെ ഫാദർ ഇതേപോലെയാണ്. ഒരു ഡിഗ്രി പാസ്സാകുക, സെക്രട്ടേറിയറ്റിൽ ഒരു ജോലി കിട്ടുക, അല്ലെങ്കിൽ ഒരു ബാങ്കിൽ ജോലി കിട്ടുക ഒക്കെയാണ് അന്നത്തെ. എന്തായാലും ഡോക്ടറാവോ എഞ്ചിനീയർ ആവാനൊന്നും പറ്റാത്ത ആൾക്കാരാണ്. എന്തോ ഞാൻ എന്താ പറഞ്ഞു? കളഞ്ഞിട്ട് വാണേ മായൻകുട്ടി. കേറി വാടാ മക്കളെ, കേറി വാ.